ഇവിടെ ആരുമില്ല. ഇയാളെന്താ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കണേ? കുട്ടിയെപ്പോ വന്നതേ ഉള്ളൂ. ഞങ്ങള് സിന്ധുവിന് ഡോക്ടറെ കാണിക്കാൻ പോയതാ. താൻ അറിയോ ഈ കുട്ടിയെ? ഇല്ല, ഇപ്പൊ കണ്ടോളൂ. നാട്ടിൽ നിന്ന് മടങ്ങുമ്പോ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ. അരുന്ധതി തന്റെ അടുത്ത നാട്ടുകാരിയാ, ചെർപ്പളശ്ശേരി. മാത്രല്ല തന്നെ പോലെ തന്നെ ഒരു അമ്പലവാസിയാ. ഇയാളറിയോ? ഇല്ല. ഇതാണ് വിഷ്ണു. ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞ ശരിയാവില്ല, ഒരുപാട് പറയാനുണ്ട്. ഒക്കെ പിന്നെ പറഞ്ഞാലേ. സിന്ധുവിന് എന്താ അസുഖം? കൊച്ചിലേ തൊട്ടുള്ളതാ. ശ്വാസമുട്ടന്റെയാ. തുടങ്ങിയ പിന്നെ ഒരാഴ്ചത്തേക്ക് കണ്ടു നിൽക്കുന്നവർക്കൂടെ പ്രയാസമാ. താൻ അവിടെ ഇരിക്കി, ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കും. അരുന്നത് ഇരിക്കൂട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ട്രെയിനിൽ വെച്ച് ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്ത്? ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ഞാൻ മറന്നു കൂട്ടി. അതൊക്കെ ചേച്ചി ചുമ്മാ പറയുന്ന. ചെർപ്പളശ്ശേരിയിൽ എവിടെയാ വീടുന്ന പറഞ്ഞത്? അമ്പലത്തിന്റെ തൊട്ടടുത്താ. ഒരിക്കൽ ഞാൻ അവിടെ വന്നിട്ടുണ്ട്, അമ്പലത്തിലെ ഉത്സവത്തിന്. കുട്ടിക്ക് ഓർമ്മയുണ്ടാവുന്നറിയില്ല. ഒരു കൊല്ലം ഉത്സവത്തിന് വെടിക്കെട്ട് കിടക്കുമ്പോ ഊട്ടുപരിക്ക് തീ പിടിച്ചൊരു 12 പേര് മരിച്ചില്ലേ? അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇയാളുടെ കാര്യങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്ന്. ചെർപ്പളശ്ശേരി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോ വെടിക്കെട്ടിൽ 12 ആള് മരിച്ചു. ഒരിക്കൽ 2 ഓണത്തിന് തൃശ്ശൂര് കൂട്ടുകാരുമായിട്ട് സിനിമ കാണാൻ പോയപ്പോ ബസ് പാടത്തേക്ക് മറിഞ്ഞ് 7 ആള് മരിച്ചു. തമാശകള് രാമേട്ട. തമാശയോ? താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. ദേ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാണ് ഈ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോണേ. ഇങ്ങനെയാണോ ആദ്യമായിട്ട് ഒരാളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? നിങ്ങൾ നല്ല ആളാ. അരുന്ധതി എന്ത് വിചാരിക്കും വിഷ്ണുവിനെ കുറിച്ച്? എന്ത് വിചാരിക്കാൻ? ഇങ്ങനെയും ചില ആൾക്കാർ ബോംബെയിലുണ്ടെന്ന് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുള്ളൂ. തനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. തുമ്പപ്പൂവിന്റെ നിറം, നല്ല നീണ്ട കണ്ണുകൾ, മുട്ടറ്റം വരെ മെടഞ്ഞിട്ട് തലമുടി, തനി വള്ളുവനാടൻ സ്ലാങ്ങിലുള്ള സംസാരവും. നമ്മൾ ഈ MTയുടെ ഒക്കെ കഥകളിൽ വായിച്ചിട്ടുള്ള ഏതോ അമ്മണിക്കുട്ടിയോ നന്ദിനിയൊക്കെ പോലുണ്ട്. ഇവിടെ ഏതോ ഓഫീസിലെ ടൈപ്പിസ്റ്റാ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കഷ്ടിച്ച് 25 കിലോമീറ്റർ ദൂരമുള്ള കുട്ടിയുടെ വീട്ടിലേക്ക്. ചുരുക്കി പറഞ്ഞ ഒരു പ്രേമം തുടങ്ങാനുള്ള എല്ലാ അന്തരീക്ഷമായി. ഇനി വൈകിക്കണ്ട. ഉപദേശം വല്ല ആവശ്യമുണ്ടെങ്കിൽ അപ്പ ചോദിച്ചാൽ മതി. റിഡക്ഷൻ റേറ്റിൽ വിൽപ്പനയ്ക്കുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നീ നിന്റെ കാര്യം നാറാതെ നോക്കിയാൽ മതി. രാജേന്ദ്രൻ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എടാ, കോടീശ്വരനായ സേട്ടുവിന്റെ ഏക മകളെ വളച്ചൊതുക്കാൻ ഒരു തുക്കട ഡ്രൈവറായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ മിടുക്ക് തന്നെയാണ്. അസൂയപ്പെട്ടത് കാര്യമില്ല. അത് നിന്റെ നാവിന്റെ മിടുക്ക്. എടാ, ലൈസൻസ് ഇല്ലാത്തൊരു നാവുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ആർക്ക് എന്ത് സാധിക്കാം? എങ്കിലും എന്തുകൊണ്ട് നിനക്ക് സാധിക്കുന്നില്ല? എനിക്ക് കുറച്ചാലും കൂടി ജീവിച്ചിരിക്കണം ആഗ്രഹമുള്ളതുകൊണ്ട്. അത് മുടൻ തന്നെയാണ്. എടാ, ലൈഫിൽ എന്തിനും ഒരു ത്രില്ല് ഉണ്ടാവണം. എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം. എങ്കിലും ഈ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ കാര്യമുള്ളൂ. ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ. അയ്യോ കരീം ഭായ്, എടാ, ലൈഫിൽ എന്തും ചെയ്യാനുള്ള ത്രില്ല് വേണം, എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം. ഞാൻ പിടിച്ചു കൊടുക്കും. വിഷ്ണു, നീ എന്താ വറാത്ത രാവിലെ കോയിലെ പിടിക്കാൻ നടക്കണേ? മൊയിലാരെ കേൾക്കാൻ നടക്കണേ? തും ചാലു കറോ. കരിമ്പായ എന്താ അവിടെ? ഇന്ന വഴിക്ക് നടന്നുകൂടൊന്നും നടന്നിരിച്ചിട്ടൊന്നുമില്ലല്ലോ മുംബൈയില്. ഇത് നമ്മളെ ബിസിനസ് അല്ലേ? ഓരോരുത്തന്മാര് രാവിലെ കുടിന് മുമ്പിൽ ഒന്ന് ക്യൂ നിൽക്കും പൈസ മേടിച്ചുകൊണ്ടുപോകാൻ. വൈകുന്നേരം ഞാൻ പിരിവിനിറങ്ങണം കൊടുത്ത മുതലും പലിശ തിരിച്ചു കിട്ടാൻ. അതും എന്തൊക്കെ വെട്ടും കുത്തും നടത്തിയിട്ടാണ് തിരിച്ച് മേടിച്ചെടുക്കണതെന്ന് അറിയോ? ഈ 2 അൽശേഷന്മാരെ തീറ്റയും കൊടുത്ത് കൊണ്ടിരിക്കണേ വെറുതെ ഏറ്റാ. ഒന്ന് കണ്ണുർത്തിയാലേ ഇവറ്റകളൊക്കെ ഒന്ന് പേടിക്കുള്ളൂ. മര്യാദയ്ക്കാണെങ്കിൽ കരീംഭായ് ബഹുത്ത് അച്ഛാ ആത്മീ ഹൈ. തെറ്റിയാൽ എവിടുന്നാണ് ശക്തി വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. കൊല്ലം കോരായിലെ മുംബൈയില് എത്ര വമ്പന്മാരെ കണ്ട് ആരൊക്കെ വന്ന് പോയി. പിന്നെ നിന്റെ കൂടെ താമസിക്കുന്ന ആ ഹിമാലയ രാജേന്ദ്രൻ ഉണ്ടല്ലോ, അവനോട് പറഞ്ഞിക്കണ്ടി എന്നെങ്കിലും കരീംഭായിന്റെ കൈ കിട്ടുന്നു. ഇവൻ പല വകയിലും പലപ്പോഴായിട്ട് 10-2000 ഉറുപ്പിനോട് വാങ്ങിക്കൊണ്ടായിട്ടുണ്ട്. ഇപ്പൊ പലിശയില്ല, മുതലുമില്ല. പിന്നെ നാട്ടുകാരനാണ്, നിന്റെ ചെങ്ങായിയാണ് എന്നുള്ള നിലക്കൊക്കെ ക്ഷമിച്ച് അവൻ നേരാവില്ല കേട്ടോ. അവന് ഈ അൽസേഷന്മാരെ കൊണ്ടൊന്ന് കൈകാര്യം ചെയ്യിക്കായിരുന്നില്ല കരിമ്പായി? അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ എന്റെ കൈ കിട്ടിയ മുറുക്ക് പൊടിക്കുമ്പോൾ പൊടിക്കൂലാൻ. നിന്നായിട്ട് സംസാരിച്ചിരുന്ന എന്റെ പണി നടക്കൂല. ആ തല വരെ പിരിവെടുക്കണം. ചലോ. इसके लिए कैसे शुक्रिया अदा करो दोस्त? कितना हुआ भाई? 5 रुपए. सिर्फ 5 रुपए? 5 रुपए लो भाई. शुक्रिया. ഗുഡ് ഈവനിങ് മിസ് അരുന്ധതി. ഗുഡ് ഈവനിങ്. മാറ്റൻ വിളിച്ചത്? ഒരു നിമിഷം എന്റെ മുറിയിലേക്കൊന്ന് വരൂ.
ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മിസ് അരുന്ധതിക്ക് അറിയാമോ? മേട്രന്റെ വിവാഹ വാർഷികം. എങ്ങനെ മനസ്സിലായി? രാവിലെ മേട്രൻ പറഞ്ഞിരുന്നു, സ്വീറ്റ്സും തന്നു. യെസ് യെസ്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഫൈൻ തേഴ്സ്ഡേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ഐ വാസ് സ്വീറ്റ് 17. ഞാൻ എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞു വന്നിട്ട് ആ നല്ല നാളുകൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. ഗോഡ് വാസ് ക്രേസി. മിസ് അരുന്ധതിക്ക് അറിയാമോ? മേട്രൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, 6 മാസം കഴിഞ്ഞ് ഒരു കാർ ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചു എന്നും പിന്നെയുള്ള കാലം മുഴുവൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി ജീവിക്കണമെന്നൊക്കെ. യു ആർ റൈറ്റ്. ആ ഓർമ്മകളുമായി ഞാൻ ഇപ്പോഴും ജീവിക്കുകയാണ്. എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയാണെന്ന് മിസ് അരുന്ധതിക്ക് അറിയാമോ? ഞാൻ റൂമിലേക്ക് പോട്ടെ മാഡം, കുറച്ച് ജോലി ഉണ്ടായിരുന്നു. 1 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. മിസ്സസ് അച്ചാമ്മയുടെ വാച്ച് ഉണ്ടല്ലോ? ഉണ്ട്. ഇപ്പൊ സമയം എത്രയായി? 7:20. ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഷാർപ്പ് 7 o'clock ഹോസ്റ്റലിൽ എത്തിയിരിക്കണമെന്ന്. ബട്ട് യു ഓൾവേസ് നെഗ്ലെക്ട് മൈ വേർഡ്സ്. എന്ത് ചെയ്യാനാ മാഡം, ഓഫീസ് വിട്ട് ഈ തിരക്കില് ഇലക്ട്രിക് ട്രെയിൻ കയറി ഇവിടെ എത്തുമ്പോഴേക്കും ഈ സമയാവും. അതൊരു എക്സ്ക്യൂസ് അല്ല, ഇതൊരു സ്ഥാപനമാണ്. ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അതർവൈസ് യു കൻ ഫൈൻഡ് ഔട്ട് എ ബെറ്റർ പ്ലേസ്. ഓക്കെ? എന്റെ തിരുമുൽപ്പാടെ, ഞാൻ ഈ ഓടുന്ന ഓട്ടം നേർക്ക് നേരെ ഓടുകയാണെങ്കിൽ ഇപ്പൊ കോഴിക്കോട്ട് എത്തിയിട്ടുണ്ടാവും. രാവിലെ പൈസ വാങ്ങാൻ വരുമ്പോ ഏത് മരമോന്തനും ഒരു സ്മൈലാ. വൈകുന്നേരം ഇത് തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോഴോ നീർനായന്റെ അടുക്കല്ലേ മുങ്ങണത്. അങ്ങനെയുള്ളവരെ പിടിക്കാനല്ലേ എന്റെ കരിമ്പായി മിടുക്കന്മാരായ 2 അൽസേഷന്മാര്. 10 ഓംലറ്റല്ലേ 2 ആൾക്കും. ആ ദോശ എത്ര വെച്ച് വേണ്ടി വരും? അതും കൂടെ ഒരു പോപ്പത്ത് വേണേ പിന്നെ ഒരു ചോദിച്ചോളല്ലോ. ഇവറ്റകൾക്ക് തീറ്റ കൊടുത്ത് നിങ്ങൾ മുടിയല്ലോ കരിമ്പായി. ഇവരെ മുമ്പിൽ എടുത്താൽ ഞാൻ നടക്കണേ. ഒരു നോക്കിച്ച് കൂട്ടാൻ 2 എണ്ണത്തിനെയും അല്ലാണ്ട് എന്തൊരു കൊള്ളാം. കഴുതകളാണ് രണ്ടും, എന്നാലും നന്ദിയുണ്ട്. ഞാനെന്ന് വെച്ച ജീവനാണ് ഇവറ്റകൾക്ക്. എന്തിന് എന്റെ ശരീരത്തിൽ ഒരു ഈച്ച വന്നിരിക്കാൻ ഇവര് സമ്മതിക്കൂല. സാരമില്ല കരിമ്പായി, അവര് സ്നേഹം കൊണ്ട് ചെയ്തല്ലേ. ഞാൻ കുറച്ച് പിണ്ണതൈലം തരാം, അത് പെരട്ടി ഒഴിഞ്ഞാൽ മതി. നീ എന്നെ ഉപദേശിക്കാൻ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞത് തെറ്റ്. പിന്നെ അല്ലാതെ കരിമ്പായി അവൻ അങ്ങനെ വിട്ടാ ശരിയാവില്ല. പുസ്തകം വെക്കണോ, പുസ്തകം വെക്കണോ. കരിമ്പായി എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോ? അവിടെ മുങ്ങി ഇവിടെ മുങ്ങി കുറെ കാലായി നീ എന്റെ കണ്ണും പെട്ടിച്ച് നടക്കുന്നു. അയ്യോ, ഞാനും 2 ദിവസമായിട്ട് കരിമ്പായി അന്വേഷിച്ച് നടക്കായിരുന്നു. അല്ലേ വിഷ്ണു? വിഷ്ണു, നിനക്ക് ഇന്ന് കടം തന്ന രൂപ ഇങ്ങ് തിരികെ തന്നേരെ. കരിമ്പായുടെ കടം അങ്ങ് തീർത്തേക്കാം. ഏത് രൂപ? ഇന്ന് രാവിലെ ഞാൻ. എടാ രാജേന്ദ്ര, വിളവ് നിനക്കാണെങ്കിലും വയസ്സ് എനിക്കാണ്. നീ തരാനുള്ള കാശെട്. കാശ് തരില്ല ഞാൻ പറഞ്ഞില്ലല്ലോ. ആദ്യം ഒന്ന് വിടാൻ പറയവരോട്. ചോടോ. നീ ഇവിടെ ആർക്കൊക്കെ കാശ് കൊടുക്കാൻ ഇല്ലാത്തതുണ്ട്. ഇവിടുന്ന് തിന്നതിന്റെ കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് വസൂലാക്കിയുള്ള കരിമ്പായി. നാണം ഉണ്ടോ നിനക്ക്? എല്ലാവരെയും നക്കാപ്പിച്ച കാശ് മേടിച്ചിട്ട് സേട്ടുവിന്റെ മാളുടെ മുമ്പിൽ ആളാവേണ്ട വല്ല കാര്യമുണ്ടോ? ചിരിക്കല്ലേ. എടാ ഇലനക്കി നായയുടെ കിരിനക്കി നായ വരുത്. വെക്കട പൈസ. മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലല്ലേ നീ ഇവിടെ ജീവിക്കുന്നത്? അത് മാത്രം പറയരുത്. ഞാൻ മലയാളിയാണെങ്കിൽ നിങ്ങളുടെ എല്ലാം കാശ് തിരികെ തരും. തുമാരാ കാശ് വാപ്പസ് ദേഗാ, തുമാരാ പൈസ ദേഗാ, തുമാരാ പൈസ ദേഗാ और തുമാരാ ഭീ ദേഗാ. എനിക്ക് ഒരു നല്ല കാലം വരും. ഏക് ദിൻ ഹം ബബ്ബെ കാ രാജാ ബനേഗാ. ഇന്ന് ചിലവ് കരിമ്പായുടെ വക ആയിക്കോട്ടെ. എല്ലാവർക്കും ഒരു ആംലെറ്റ് അടിക്ക് തിരുവൽപ്പാട്. എന്നാ ഡബിൾ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇതൊക്കെ ഒരു തമാശ അല്ലേ കരിമ്പായി? എനിക്ക് സീരിയസാ. തയ്യം തത്ത തയ്യം താഹ തയ്യം തത്ത തേയ് തേയ് തിതി തേയ്. നേരത്തെ പറഞ്ഞതല്ലേ കാല് പൊറോട്ട് വെച്ചിട്ട്? അത് തേയ് തേയ് തിതി തേയ്. ചേച്ചി ഒന്ന് കാണിച്ചതാ. തയ്യം തത്ത തയ്യം താഹ തയ്യം തത്ത തേയ് തേയ് തിതി തേയ്. എന്താടാ പൊട്ട, താൻ കൊറേ നേരമായാലും മുക്കി മൂടി നടക്കാൻ തുടങ്ങിട്ട്. കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ രാമേട്ടാ, അത്യാവശ്യമായിട്ട് എന്തോ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എനിക്ക് വേറെ പണിയുണ്ടോ?
ഞാൻ പറയട്ടെ? വല്ല വെടിപ്പേരക്ക് തീ പിടിച്ച കാര്യമോ ബസ് പറഞ്ഞ കാര്യം വെച്ചാൽ പറയണ്ട. അതല്ല രാമേട്ട. രാമേട്ട കല്യാണം കഴിച്ചിട്ട് എത്ര കൊല്ലായി? ഇതറിയാനെ താൻ എന്നെ ഇത്രയും ദൂരം കൂട്ടിക്കൊണ്ടുവന്നത്? ഒന്ന് അറിഞ്ഞിരിക്കാനെന്നേ. 15 കൊല്ലായി. ഇപ്പൊ രാമേട്ടൻ എത്ര വയസ്സായി? 54. അയ്യോ, അപ്പൊ 39ാമത്തെ വയസ്സിലാണ് രാമേട്ടൻ കല്യാണം കഴിച്ചത്. അതൊരു ലേറ്റ് മാരേജ് ആയിരുന്നു എന്ന് രാമേട്ടൻ തോന്നണില്ലേ? എനിക്കിപ്പോ അങ്ങനെ തോന്നണില്ല. അങ്ങനെയാണ്. 27-30 ആണുങ്ങളായ കല്യാണം കഴിച്ചിരിക്കണം. അതാണ് എന്റെ കറക്റ്റ് പ്രായം. ആരേ 30ാമത്തെ വയസ്സിലേ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടുകയായിരുന്നു. സ്ഥിരവരുമാനമുള്ള ഒരു ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കുന്നുള്ള വാശിയായിരുന്നു. സ്ഥിരവരുമാനമുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ 27ാമത്തെ വയസ്സിലും കല്യാണം കഴിക്കാം അല്ലേ രാമേട്ട? എന്താ തനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്റെ കാര്യ. എടോ, താൻ വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണെന്ന്. അല്ല, വീട്ടില് ഞാനാണേ മൂത്ത മകൻ. അപ്പൊ അമ്മ എപ്പോഴും പറയും. അതിന് ഞാനിപ്പോ എന്താ ചെയ്തു തരേണ്ടത്? രാമേട്ടൻ തെറ്റിദ്ധരിക്കൊന്നുമില്ല. രാമേട്ടന്റെ വീട്ടിൽ ഇടയ്ക്ക് വരാറുള്ള പെൺകുട്ടിയില്ലേ, അരുന്ധതി, നല്ല കുട്ടിയാ, നല്ല സ്വഭാവം. രാമേട്ടനെ ചേച്ചിയും കൂടി വിചാരിച്ച എനിക്കിഷ്ടം. എടോ, താൻ എന്നെ കുറിച്ച് എന്താ ധരിച്ചേ? എനിക്കും ഭാര്യയ്ക്ക് എന്താ കല്യാണ ബ്രോക്കർ പണിയാ? നല്ല പയ്യനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ കയറ്റിയിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന കുട്ടിയാടോ അത്. ആ കുട്ടി എവിടെ കിടക്കണു, താൻ എവിടെ കിടക്കണു? ആ കുട്ടിയുടെ തറവാട് എന്താ, അന്തസ് എന്താ? ഇനി ഞാനൊന്ന് പറയട്ടെ, താൻ ഞെട്ടൊന്നും വേണ്ട. മാസം 30,000 രൂപ ശമ്പളം വാങ്ങുന്ന മണി പോലുള്ള ചെറുക്കനായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്നിട്ട് വൃത്തിയോട് പറയാ. എന്താ താനൊന്നും മിണ്ടാത്തെ? നാ ഇറങ്ങിപ്പോയോ? സോറി, ഞാൻ ഒരബദ്ധം. ഞാനിങ്ങനെ പറഞ്ഞായിട്ട് ചേച്ചിയോ കുട്ടിയോ അറിയരുത്. സോറി. തനിക്ക് ആ കുട്ടിയെ അത്രക്ക് ഇഷ്ടമായി? കല്യാണം കഴിക്കുന്ന അത്രക്ക് മോഹമുണ്ടോ? പിന്നെന്തിനാ എന്നോട് ചോദിക്കണേ? കഴിച്ചൂടെ? രാമേട്ടൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പലതും പറയും. എടോ നാണല്ലാത്തോനെ, ഇത്രയും കാലമായിട്ട് തനിക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ? തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ നിൽക്കടോ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അല്ലേ? അടുത്ത ചിങ്ങത്തിലായല്ലോ. അയ്യടാ, അപ്പൊ ആ കുട്ടിയുടെ സമ്മതം വേണ്ടോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം, ഞാൻ എന്താ ചേച്ചി മറുപടി പറയാ? നല്ലവണ്ണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ചേട്ടനും എനിക്കൊക്കെ കൊള്ളാവും തോന്നി. ഇങ്ങനെ ഒരു തോന്നല് തന്നെ ഇതുവരെ മനസ്സിലുണ്ടായിട്ടില്ല. ഇനി തോന്നാലോ, അതിനുള്ള പ്രായമൊക്കെ ആയിരിക്കുന്നു അരുന്ധതിക്ക്. വേണ്ട ചേച്ചി, ഉടനെ ഒരു കല്യാണം ശരിയാവില്ലത്. എപ്പോഴായാലും വേണം. നാടും വീടും വിട്ട് അന്യ നാട്ടിൽ വന്ന് ഒറ്റയ്ക്ക് കഴിയുമ്പോൾ കൂട്ടിനൊരു ആൺതുണ ഉണ്ടാകുക എന്ന് പറഞ്ഞാ അതല്ലേ അരുന്ധതി ഏറ്റവും വലിയ ഭാഗ്യം. എല്ലാം കൊണ്ടും വിഷ്ണു കുട്ടിക്ക് ചേരുകയും ചെയ്യും. വീട്ടിലെ ഇപ്പോഴത്തെ പരിതസ്ഥിതി ആലോചിക്കുമ്പോ എന്റെ ശമ്പളം കൂടി അയക്കുന്നതുകൊണ്ട് അവിടെ പണത്തിന് കുറച്ച് ഞെരുക്കം കാണും. ആദ്യം കവിഞ്ഞൊന്നുമില്ലല്ലോ. അച്ഛൻ മരിക്കുമ്പോ കുറെ കടം ഉണ്ടായിരുന്നു പല വകയിലായിട്ട്. അതിനിയും ബാക്കി കിടപ്പുണ്ട്. അതിനിടയില് പ്രാരാബ്ദം ഒഴിഞ്ഞിട്ട് ഇതിനൊന്നും നേരം ഉണ്ടാവില്ല കുട്ടിയെ. ഇതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കണം. അമ്മയും കുട്ടിയമ്മയൊക്കെ ഉള്ളപ്പോ അവരല്ലേ തീരുമാനിക്കേണ്ടത്. അവരുടെ തീരുമാനമൊക്കെ നമുക്ക് പിന്നെ അറിയാം. കുട്ടിക്ക് ഇഷ്ടമാണോ ഇല്ലയെന്ന് പറ. അത് ചേച്ചി പറ കുട്ടിയെ. ആ ഭാഗത്ത് നിന്ന് ഇഷ്ടമാണോന്ന് അറിയാണ്ട് ഈ ഭാഗത്തുനിന്ന് ഇഷ്ടമാണോന്ന് അറിഞ്ഞാ മതി. എന്താ പച്ചക്കൊടി എവിടെ? ക്ലീൻ ഗ്രീൻ സിഗ്നൽ. കാര്യം പറ. എടാ, നിന്റെ വളഞ്ഞ വഴിയൊന്നും വേണമെന്നില്ല ആഗ്രഹങ്ങൾ സാധിക്കാൻ. നേരായ വഴി കൂടെ പോയാലും ഗ്രീൻ സിഗ്നൽ. എനിക്ക് നോവുണ്ട്. ലവ് മാരേജ് ഉണ്ട്, അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്. ദിസ് ഈസ് ആൻ അറേഞ്ച്ഡ് ലവ് മാരേജ് മൈ ഡിയർ രാജേന്ദ്രൻ. മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി, ഒരേ ജാതി, ഒരേ നാട്, ബോംബെയിൽ സ്ഥിരമായിട്ടുള്ള ജോലി, സുന്ദരി, സുശീല, ശാലീന. കഥയിലെ അമ്മണിക്കുട്ടി നന്ദിനെ പോലെ. യെസ്, മൈ ലൈഫ് ഈസ് സെക്യൂർ മേരാ ദോസ്ത്, സംജാ? അതിന് എന്തെങ്കിലും തിരിച്ച് പദം വരുത്തുന്നത് എന്തിനാ? എന്റെ സന്തോഷം ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റൂ. ഇന്നത്തെ ചില എന്റെ വക. आंखें किसी से ना उलट जाए मैं डरता हूँ, यारों हसीनों की गली से मैं गुजरता हूँ, दिल टूट जाए तो क्या हो अनजान, मैं तेरी मोहब्बत में पागल हो जाऊंगा, तुझे कैसा लगता है? തിരുവോണായിട്ട് നമ്മുടെ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് പാട്. അത് ശരിയാ. ഓണത്തുമ്പി വന്നാട്ടെ, ഓമനത്തുമ്പി വന്നാട്ടെ, ഒരു നല്ല കഥ പറയാൻ വന്നിരുന്നാട്ടെ, യഹാ മഹാ വന്നിരുന്നാട്ടെ.
ഇപ്പൊക്കെ എന്താ ഓണം, പണ്ടായിരുന്നില്ലേ ഓണം. ഇതൊക്കെ കാണുമ്പോ നാട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വരിക. അറക്കിലെ നാരായണനും ഓടിയമ്പറമ്പിലെ വേലായുധ കുട്ടിനായരും കൂടി ഉച്ചയ്ക്ക് ഊട് കഴിഞ്ഞൊരു ഇറങ്ങലുണ്ട്, പിന്നെ ഒരു ജഗപൊകയാ. ഞങ്ങൾ ഒന്നോണത്തിന് അന്ന് പുറത്തിറങ്ങില്ല. രണ്ടോണത്തിന്റെ അന്ന് കൂട്ടുകാരും മൊത്തം തൃശ്ശൂർക്ക് സിനിമ കാണാൻ ഒരു ഇറക്കമുണ്ട്. എന്നിട്ട് നേരെ ചെന്ന് ബസ്സിൽ കയറും. എല്ലാവരും കൂടി ബസ് പാടത്തേക്ക് മറിക്കും. പിന്നെ 7 ആള് മരിക്കും. ഒന്നില്ലെങ്കിൽ വെടിക്കെട്ടിന് തീ പിടിച്ച കഥ, അല്ലെങ്കിൽ ബസ് മറിച്ച കഥ. തിരുവോണമായിട്ട് നല്ല എന്തെങ്കിലും പറഞ്ഞു വിടറോ. इधर रहना, फिक्र मत करो, ये अपना आदमी है, खाने को मैं बुलाता हूँ, समझा? എവിടെ എത്തി രാമേട്ടാ? ഞാൻ കുറച്ച് ലേറ്റ് ആയോ? നീ അങ്ങനെ പതുങ്ങി ഓടാൻ നോക്കണ്ട, ഞാൻ കാണുന്നുണ്ട്. ഓണത്തിന്റെ ഇടയ്ക്ക് ഏതായാലും ഞാൻ പുട്ടച്ചോടും ചെയ്യില്ല. അത് ഓണം കഴിഞ്ഞിട്ട്. അല്ല നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? അസഭ്യം പറയാതിരിക്കണോ. താൻ കൊമ്പത്ത് കയറിക്കാണ്ട് താഴത്തിറങ്ങി എന്തെങ്കിലും ചെയ്തേ. അല്ല, ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്നാലേ സമയത്തിന് സദ്യ കൊണ്ടല്ലോ ഉണ്ടാവില്ല. അതിങ്ങടുത്ത് ഒന്നില്ലെങ്കിൽ ഇതായിരിക്കും, അതല്ലേ അങ്ങോട്ട് നോക്കിയിരിക്കും. പിന്നെ അടുത്ത് തന്നെ നമുക്കൊരു സദ്യയും കൂടി ഉണ്ട വരും. എന്താ തിരുവൽപ്പാടിന് അടിയന്തരം മറ്റുണ്ടോ? അത് വേണ്ട. അടിയന്തര അല്ല, ഇത് ഇങ്ങനെ അത് ശരി, നിക്കാതെ നിങ്ങൾ എല്ലാരും കൂടെ എങ്ങനെ തീരുമാനിക്കുന്നു വെച്ചാൽ അത് പ്രകാരം നടത്താം. കുട്ടിയെ വിഷ്ണു നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലോ. ഇതാണ് വിഷ്ണുവിന്റെ അച്ഛൻ. മോൾക്കിപ്പോ അവിടെ എന്ത് കിട്ടും ശമ്പളം? അല്ല, അച്ഛന് മടക്കത്തിലെ വക്കീൽ ഹൂസിനെ കാണണ്ടേ? കാണണം. എന്നാ പിന്നെ വൈകിക്കണം, മുഹൂർത്തം നോക്കാം. ഇയാളെ തന്നെ കല്യാണം കഴിക്കാമെന്ന് ചേച്ചി നിശ്ചയിച്ചോ? എന്തേ? ഒരു ബ്രദർ എന്ന നിലയ്ക്ക് സ്വന്തം സഹോദരിയുടെ ഭാവി ജീവിതത്തിൽ എനിക്ക് അല്പം ഉത്കണ്ഠയുണ്ട്. എന്താടാ? എനിക്ക് ആ പാർട്ടി അത്ര പിടിച്ചില്ല. ഒരു ഹീറോ ലുക്കില്ല. നിനക്ക് പിടിക്കണ്ട, എനിക്ക് പിടിച്ചിട്ടുണ്ട്, അത് മതി. ചേച്ചി ഒരു പുനഃപരിശോധന നടത്തുന്നതാ നല്ലത്. ഒന്ന് പോടാ, എനിക്കിഷ്ടായി ചേച്ചി, കണ്ടാൽ തന്നെ അറിയാം ചേച്ചിക്ക് നന്നായി ചേരും. അങ്ങനെ പറയാൻ വരട്ടെ. സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷമേ ഒരു നിഗമനത്തിലെത്താൻ പറ്റൂ. ഓ എടാ, കുറച്ചു നേരത്തേക്ക് നിന്റെ വായ നടച്ചു വെക്കേ, അപ്പുറത്തുള്ളവർ കേക്കണ്ട. രണ്ട് ജാതകങ്ങളും പരസ്പരം ഗണിച്ചു നോക്കിയപ്പോ എല്ലാം ശുഭമായിട്ടാ കാണുന്നത്. വീട് വെക്കാനും സൽസന്താനങ്ങൾ ജനിക്കാനും ഒക്കെ യോഗമുണ്ട്. 18-ാം തീയതി രാവിലെ മുഹൂർത്തമുള്ളൂ. എന്ന് 18-ാം തീയതി ബുധനാഴ്ചയായിട്ട് വരും. കുഴപ്പമില്ല. ഏത് ഇരുപതാം വെച്ചിരിക്കുന്നേ? അല്ല, 18-ാം തീയതിയാണ് ഞങ്ങൾ ബോംബെക്ക് പോകാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. അതിനെന്താ പൊക്കോളൂ. വൈകുന്നേരം 5 മണിക്കല്ലേ വണ്ടി. ഉച്ചയൂണും കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ മതി. അത് വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ യാത്ര പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയല്ലോ പണിക്കരെ. നമുക്ക് അതിന് മുമ്പ് മുഹൂർത്തമൊന്നുമില്ല. അല്ല, പണിക്കര് കണക്കൂട്ടിയിൽ തെറ്റൊന്നും വന്നിട്ടില്ലല്ലോ. ഇവന് കമ്പ്യൂട്ടർ ജോലിച്ചതിന് മാത്രമേ വിശ്വാസമുള്ളൂ, അതുകൊള്ള. സസൂക്ഷ്മൻ ചിന്തിച്ചാൽ അങ്ങനെ വരട്ടെ. ഒരു മുഹൂർത്തമുണ്ട്. എന്നാ പണിക്കരെ? ഇപ്പൊ മണി എത്രയായി? 11:30. കൃത്യം 11:28. ഇലക്ട്രോണിക് വാച്ചാ. ഇന്ന് 11:30 ഒരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ 18-ാം തീയതി ഉള്ളൂ. എന്നാ പിന്നെ ഇന്ന് തന്നെ നടത്തല്ലേ? 2 മിനിറ്റ് സമയമല്ലേ? കാര്യത്തിന്റെ കുട്ടൻസ് ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ പോവാൻ വെച്ചാൽ വിരുന്നുപോക്ക് നടക്കില്ല. അതാവും വിഷ്ണു പറയണത്. ബന്ധു വീട്ടിലൊക്കെ ഒന്ന് വിരുന്നിന് പോവാതെ മടങ്ങുന്നത് മര്യാദയാണോ? ഞാൻ അറിയാതെ ഏത് ബന്ധുക്കളാണോ നിനക്ക്? സകല തന്നെ പ്രതികരണത്തല്ലേ ഞാൻ കേസ് നടത്തണത്. വേറെ നിവൃത്തി മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ നിശ്ചയിക്കാം. എന്താ? അപ്പോ 18-ാം തീയതി ബുധനാഴ്ച.